കർത്താവിന്റെ ദിവരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ ആത്മീക കൂടിവരവിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിശ്ചലനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. SBS പത്തനംതിട്ട ഒരുക്കുന്നതായിട്ടുള്ള ബൈബിൾ പഠന പരമ്പരയിൽ ഒരു ഭാഗമാകുവാൻ വലിയവനായിരിക്കും ദൈവം എനിക്കും ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവവചന വെളിച്ചത്തിൽ മനുഷ്യൻ എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന്റെ അവസാന പാദത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. അനേക ദേവദാസന്മാര് അനേക ഭാഗത്തു നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സഹവിശ്വാസികളുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യോഗം ലീഡ് ചെയ്യുന്നതായിട്ടുള്ള മാത്യു ബ്രദറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച ജെഫിൻ സഹോദരനെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ, സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒന്നിച്ച് കൂടി വരുവാനായിട്ട് ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുക എന്നുള്ളത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള കാര്യമാണ്. ആ നിലയിൽ സമയം വേർതിരിച്ച് ഈ രാത്രിയുടെ യാമത്തില് ഈ ചൂടിന്റെ ആധിക്യത്തിലൊക്കെയും വിവിധമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് പല ഡിവൈസുകളിലൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന കാര്യമെന്നുള്ളത് മനുഷ്യന്റെ ഈ ഇന്നത്തെ പ്രതിസന്ധി എന്താണ്? വാട്ട് ഈസ് ദ പ്രസന്റ് ക്രൈസിസ് ഓഫ് മാൻ? ഇന്നത്തെ മനുഷ്യന്റെ ഇന്നത്തെ പ്രതിസന്ധി എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, വിവര സാങ്കേതിക വിദ്യയില് അഭൂതപൂർവമായിട്ടുള്ള നേട്ടം കൈവരിച്ചതായിട്ടുള്ള മനുഷ്യൻ. നമുക്കറിയാം, വൈദ്യശാസ്ത്ര രംഗത്ത് അതുപോലെ തന്നെ പല മേഖലകളിലെ ഉന്നതമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിച്ചതായ മനുഷ്യനാണ്. മനുഷ്യൻ്റെതായിട്ടുള്ള നേട്ടത്തിന്റെ ഒരു വലിയ പട്ടിക തന്നെ നിരത്തി വെക്കുവാനായിട്ട് കഴിയും. അതെല്ലാം ഞാൻ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് മറ്റുള്ള സ്ഥലത്തേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മൾ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യന് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോലും ചില മണിക്കൂറുകൾക്കുള്ളിൽ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം അവന്റെ ശാസ്ത്രീയമായിട്ടുള്ള നേട്ടങ്ങൾ, അവന്റെ കണ്ടുപിടുത്തങ്ങൾ നിമിത്തമായിട്ട് അനേക കാര്യങ്ങൾ അവനെ ലാഘവത്തോട് കാണുവാനും അവന്റെ വിരൽത്തുമ്പുകളിൽ ലോകത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനമൊക്കെയും അവന്റെ വിരൽത്തുമ്പുകളിൽ ലഭ്യമാകുന്ന നിലയിൽ അവന്റെ സാങ്കേതിക വിദ്യകളൊക്കെ വളരുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് അറിയുവാൻ കഴിയും. എങ്കിൽ തന്നെയും മനുഷ്യനെ അലട്ടുന്നതായിട്ടുള്ള വിവിധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്നതായ പല പ്രതിസന്ധികളുണ്ട്. നമ്മൾ മനുഷ്യനോടുള്ള പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ വിചിന്തനം ചെയ്യാതെ നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. കാരണം മനുഷ്യൻ ഇന്ന് മനുഷ്യൻ ഇന്ന് നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധി ഏതെല്ലാമാണ്? ദ പ്രസന്റ് ക്രൈസിസ് ഓഫ് മാൻ. ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് വിചിന്തനം ചെയ്യുവാൻ കഴിയുന്നത്, പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ തന്നെ, സ്വർഗത്തിലെ വലുവനായിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. മനുഷ്യൻ്റെതായ നിലനിൽപ്പിനോടുള്ള ബന്ധത്തില്, മനുഷ്യൻ്റെതായിട്ടുള്ള ആസ്തിക്യത്തോടുള്ള ബന്ധത്തില് മനുഷ്യന് ആരാണെന്നുള്ളത്, ഹിസ് സെൽഫ് ഐഡന്റിറ്റി, താൻ ആരാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാതെ വരുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയതായ പ്രതിസന്ധി എന്നുള്ളത്. ഫസ്റ്റ് ക്രൈസിസ് ഈസ് ദാറ്റ് മാൻ ഈസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് സെൽഫ് ഐഡന്റിറ്റി. അവൻ്റെതായിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ മനുഷ്യൻ ആരാണ്, താൻ ആരാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത്. നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യന് പല കാര്യങ്ങളിലും തെറ്റിപ്പോയവനാണ്. മനുഷ്യന്റെ ചിന്താധാരകളൊക്കെ തെറ്റിപ്പോയത് മുഖാന്തരമായിട്ടാണ് മനുഷ്യൻ ഇന്ന് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവൻ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ, അവന് ആരാണെന്നുള്ളത്, അവന്റെ ആസ്തികം അല്ലെങ്കിൽ അവന്റെ സെൽഫ് ഐഡന്റിറ്റി ആരാണെന്നുള്ളത് അവന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ലോകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്?
മനുഷ്യൻ ഒരു ജൈവരാസ പിണ്ഡമാണ്. ഭൗതിക ആവശ്യങ്ങൾക്ക് ഉപരിയായിട്ട് മനുഷ്യന് ഒരു ആവശ്യവുമില്ല എന്നാണ് ആളുകൾ പറയുന്നത്. മനുഷ്യൻ ഒരു ജൈവരാസ പിണ്ഡമായതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപരിയായിട്ട് മനുഷ്യന് യാതൊന്നും ആവശ്യമില്ല എന്നാണ് മനുഷ്യന് ചിന്തിക്കുന്നത്. മനുഷ്യന് ഒരു ഭൗതികമായിട്ടുള്ള ജീവിയായിട്ട് വിലയിരുത്തുന്നു. അത്യന്ത ആധുനിക ലോകത്തെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ അനുവാചകർക്ക്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ഇന്ന് മനുഷ്യനുമായിട്ട് ഇടപെടുമ്പോൾ മനുഷ്യനോട് ചോദിക്കുക, മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ പറയും, അവനൊരു ജൈവരാസ പിണ്ഡമാണ്. ഭൗതികമായ ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള തൃഷ്ണ, ഭൗതികമായിട്ടുള്ള അവന്റെ സുഖലോലുപത്വം, അല്ലെങ്കിൽ അവന്റെ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഈ സെൽഫ്, അവന്റെ സ്വയത്തിൻ്റെതായിട്ടുള്ള ഭോഗങ്ങളിൽ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട്, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, അത് മാത്രം ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ പറയുകയാണ് മനുഷ്യൻ ഒരു ജൈവരാസ പിണ്ഡം മാത്രമാണ് എന്നുള്ളത്. നമ്മൾ മറ്റൊരു നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പരിണാമ സിദ്ധാന്തത്തിലെ അവസാന കണ്ണിയാണെങ്കിൽ, മനുഷ്യൻ പരിണമിച്ച് അവസാനം കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായെങ്കിൽ, മനുഷ്യൻ പരിണാമത്തിന്റെ അവസാന കണ്ണിയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയും, മനുഷ്യൻ കേവലം ഒരു മൃഗം അല്ലേ? അങ്ങനെ ഒരു മൃഗമാണ് മനുഷ്യനെന്ന് ലോകത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മനുഷ്യന് ലോകത്തിൽ ഒരു മൃഗമാണെന്ന് ചിന്തിച്ചാൽ മൃഗതുല്യനായിട്ട് അവൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ അവന്റെ മൃഗീയമായിരിക്കുന്ന സ്വഭാവമാണ് അവന് പ്രകടിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന് മൃഗമാണെന്ന് അവകാശപ്പെടുക മാത്രമല്ല, ആ മൃഗത്തിൻ്റെതായിട്ടുള്ള സ്വഭാവമാണ് ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് മാധ്യമങ്ങളിലൊക്കെ കാണുന്നതായിട്ടുള്ള വാർത്തകള്, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഓരോന്നും നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്, മനുഷ്യന് മൃഗത്തിൽ നിന്ന് വന്നെന്ന് അവകാശപ്പെടുക മാത്രമല്ല, അവന് മൃഗീയമായിരിക്കുന്ന സ്വഭാവമാണ് അവനുള്ളത്. എന്നാൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയാണ്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുന്ന് എന്നെ ഭയങ്കരമായിട്ട് അതിശയമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ള എത്ര മഹത്തരമായിരിക്കുന്ന ചിന്തയാണ്. ഭൂമിയിലെ ഭൂചര ജന്തുക്കളുടെ മേൽ വാഴുവാൻ അധികാരം നൽകിയ, ബുദ്ധി നൽകിയ, ഭാവനാ സമ്പന്നത നൽകിയതായിട്ടുള്ള, വിശേഷ ബുദ്ധി നൽകിയതായിട്ടുള്ള സ്വർഗത്തിലെ ദൈവത്തെ അവന് മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, അവിടുത്തെ കരാങ്കുലികളാൽ വിരചിതനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ എത്രയോ വിലയേറിയവനാണ്. മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന്, മനുഷ്യനെ കുറിച്ച് നീ ചിന്തിക്കുവാനായിട്ട് അവൻ എന്തുമാത്രം, മനുഷ്യപുത്രനെ കുറിച്ച് വിചാരപ്പെടുവാനായിട്ട് അവൻ എന്തുമാത്രം എന്ന് ചോദിക്കുന്നതായ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ വലുവനായിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഒരു ജൈവരാസപിണ്ഡമല്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ ഒരു പരിണമിച്ചുണ്ടായതായിട്ടുള്ള ഒരു ജീവിയല്ല. പരിണാമത്തിന്റെ അവസാന കണ്ണിയല്ല മനുഷ്യൻ എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെതായ അനുഗ്രഹീതമായിരിക്കുന്ന സൃഷ്ടിയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തെ നിഷേധിക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ വ്യഗ്രത. അപ്പോൾ മനുഷ്യന്റെ സ്വയം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, അവൻ താൻ ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യന് കഴിയാത്തത് അവന്റെ ഒരു വലിയ പരാജയമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ദൈവത്തെ നിഷേധിക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ വ്യഗ്രതയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ 14-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളൂടെ നമുക്ക് വായിക്കാം. 14-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ആരെങ്കിലും ഒന്നെടുത്ത് വായിച്ചാട്ടെ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായ മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അപ്പോൾ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്ന അവൻ വഷളന്മാരായ മ്ലേച്ഛത നീതിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ദൈവത്തെ നിഷേധിക്കുവാനായിട്ടുള്ള മനുഷ്യന്റെ വ്യഗ്രത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒരു 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 പിക്ചർ, ഒരു പടം വരയ്ക്കുന്നതായിട്ടുള്ള ഒരു ചിത്രകാരന് ആ ദൈവത്തെ അവന്റെ ക്യാൻവാസിന്റെ വെളിയിലേക്ക് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തെ കുറിച്ച് ചിന്തിക്കരുത്, ദൈവത്തെ കുറിച്ച് ഒരു വാക്ക് പറയരുത്, ദൈവം ഈ ഫ്രെയിമിൽ ഉൾപ്പെടുന്നവനല്ല, ദൈവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതല്ല ഇന്ന് അത്യന്ത ആധുനിക മനുഷ്യൻ ചെയ്യുന്നതായ കാര്യം.
ഈ ആധുനിക മനുഷ്യൻ്റെതായിട്ടുള്ള ചിന്താധാരയിൽ ദൈവത്തെ നീക്കിക്കളയുവാനായിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ നിഷേധിക്കുവാനായിട്ട് കാരണം? അവൻ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആർക്കും വിധേയപ്പെടുവാനായിട്ട് മനുഷ്യന് കഴിയുകയില്ല എന്നുള്ളതാണ്. ദൈവം ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവനെ ആരും ഭരിക്കുന്നവന് ഇഷ്ടമല്ല. ആർക്കും വിധേയപ്പെടുവാനായിട്ട് മനുഷ്യന് കഴിയുകയില്ല. അവർ വഷളന്മാരായ മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആർക്കും വിധേയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യന്റെ വലിയൊരു ശാപമാണ്. ഇന്ന് ഭവനത്തിലാണെങ്കിലും വിദ്യാലയങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആരെ അനുസരിക്കും? ആർക്കും ആരെ അനുസരിക്കുവാൻ കഴിയുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ച് ആർക്കും വിധേയപ്പെടുവാനായിട്ട് മനുഷ്യൻ, നമുക്കറിയാം, അവന് ഒരു അശ്വത്തെ പോലെ, അവന് കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ പായുന്നതായ മനുഷ്യനെ നമുക്ക് കാണും. അത് മുഖാന്തരമായിട്ട് ഈ ലോകത്തെ ഭരിക്കുന്നതായിട്ടുള്ള നേതൃത്വത്തിന് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തെ നിഷേധിക്കുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ നിഷേധിക്കുവാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ വഷളന്മാരായ മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കുകയാണ്. അവന് തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഇപ്പോൾ ദൈവത്തെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അനുഗമിക്കുന്ന, നമ്മൾ ഇങ്ങനെ പറയാം, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ച് ആ ശിഷ്യന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. വലുവനായിരിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദൈവദാസനെ സംബന്ധിച്ച്, ഒരു ശിഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം. പക്ഷെ ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുവാനായിട്ട് കഴിയും, പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അതുതന്നെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ദൈവത്തെ നിഷേധിക്കുവാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ പാപിയാണെന്ന് അംഗീകരിക്കുവാനായിട്ട് കഴിയുകയും. ഇന്ന് ദേവദാസന്മാരായിരിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. നമ്മള് ജംഗ്ഷനിലൊക്കെ നിന്നുകൊണ്ട്, വഴിത്തലക്കലൊക്കെ നിന്നുകൊണ്ട് മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞാൽ പരിഹസിച്ച് കടന്നു പോകുന്ന ജനാവലിയെ നമുക്ക് കാണുന്നത്. പരിഹസിച്ച് ഒരു പുച്ഛഭാവത്തോടു കൂടെ കടന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ പാപിയാണെന്ന് അംഗീകരിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവന്റെ ഏറ്റവും പരിതാപകരമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നതായ മനുഷ്യൻ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അവന്റെ സെൽഫ് ഐഡന്റിറ്റി, അവൻ ആരാണെന്ന് തിരിച്ചറിയുന്നതിൽ അവൻ പരാജയപ്പെടുന്നു. അത് അവന്റെ പ്രതിസന്ധിയാണെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നതായിട്ടുള്ള ഒരു മനസ്സോടുകൂടെ, ദൈവത്തെ നിഷേധിക്കുവാനായിട്ടുള്ള വ്യഗ്രതയോടുകൂടെ അവൻ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാര്യമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിലെ വലിയതായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ചുള്ള തെളിവുകൾ മനഃപൂർവ്വം നിരാകരിക്കുന്നു. ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ചുള്ളതായിട്ടുള്ള തെളിവുകൾ മനഃപൂർവ്വം നിരാകരിക്കുന്നു. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോസ്തലൻ പൗലോസ് ലോകത്തുള്ള ജനകോടികളെ നോക്കിക്കൊണ്ട്, ജാതികളെ നോക്കിക്കൊണ്ട്, യവനന്മാരെ നോക്കിക്കൊണ്ട് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയില് അപ്പോസ്തലൻ പൗലോസ് ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയതായ റെവലേഷൻ, അവൻ്റെതായിട്ടുള്ള വെളിപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വെളിപ്പാട് സ്വീകരിച്ചുകൊണ്ട് പറയാണ്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അവർക്ക് പ്രതിവാദമില്ലാതെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ലോകത്തിലുള്ളതായുള്ള മനുഷ്യന് പ്രതിവാദമില്ലാതെ ഇരിക്കുവാനായിട്ടാണ് സ്വർഗത്തിലെ വലുവനായിരിക്കുന്ന ദൈവം പ്രപഞ്ചത്തിലൂടെ അവൻ്റെതായ ആസ്തിക്യം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ. എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപക്ഷെ ലോകത്തിൽ നോക്കിക്കൊണ്ട് മനുഷ്യൻ പറഞ്ഞെന്ന് വരാം, എന്താണ് ദൈവമില്ല എന്ന് വരാം.
എന്നാൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ ദർശിക്കപ്പെടുന്ന കാര്യമാണ് ദൈവമുണ്ട്, ഞാനിവിടെ ഉണ്ട്, മനുഷ്യ ഞാനിവിടെ ഉണ്ട് എന്ന് അവൻ വ്യക്തമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ട്, ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് മനുഷ്യൻ വിളിച്ചു പറയാണ് ദൈവമില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉദാഹരണം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പ്ലെയിൻ നിർമ്മിച്ചതായിട്ടുള്ള ആ കമ്പനി എപ്പോഴും ആ പ്ലെയിനകത്തുണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ പ്ലെയിൻ നിർമ്മിച്ചതായിട്ടുള്ള കമ്പനി ഏത് കമ്പനി തന്നെ ആയിക്കോട്ടെ, ആ കമ്പനിയിലെ ഒരു ആൾ പോലും ആ പ്ലെയിനകത്ത് കാണുകയില്ല. പ്ലെയിനകത്തുള്ളത് യാത്രികർ മാത്രമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായിട്ടുള്ള വലിയവനായിരിക്കുന്ന ദൈവത്തെ ഈ പ്രപഞ്ചത്തിനുള്ളിൽ നോക്കുന്നത് മൗഢ്യമാണ്, അത് വിഡ്ഢിത്തരമാണ്. എന്നാൽ വലിയവനായിരിക്കുന്ന ദൈവം സകലത്തിന്റെ സൃഷ്ടിതാവ് എന്നുള്ള നിലയിൽ ആ സൃഷ്ടിതാവിനെ നമ്മള് സൃഷ്ടിക്കകത്ത് കാണുവാനായിട്ട് ഇവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രയോ നിരർത്ഥകമായിട്ടുള്ള വസ്തുതയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് കാണുവാനായിട്ട് കഴിയും. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് കാണുവാനായിട്ട് കഴിയും. ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെയും ദൈവത്തിന്റെ കയ്യൊപ്പ് കാണുവാനായിട്ട് കഴിയും. ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിട്ടുള്ള കാര്യം, ഈ സൃഷ്ടി എന്നുള്ളത് ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ളത് എപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കാം. രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനുഷ്യന്റെ ധാർമ്മിക ബോധം. മനുഷ്യന്റെ ധാർമ്മിക ബോധം അവനോട് പറയാണ് ജീവിക്കുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ന്യായപ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഈ ലോകത്തിലെ എല്ലാ നിയമസംഹിതകളും ഉടലെടുക്കുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഈ ലോകത്തിലെ ഏത് നിയമസംഹിതകൾ, ഏത് രാജ്യത്തിന്റെ നിയമസംഹിതകളാണെങ്കിലും വിത്തൗട്ട് 10 commandments there is no law. ഈ ലോകത്തിലുള്ളതായിട്ടുള്ള എല്ലാ നിയമാവലികളും ഈ 10 commandments ദൈവത്തിൻ്റെതായിട്ടുള്ള 10 കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ ഒരിക്കലും അവന് മായ്ച്ചു കളയാൻ കഴിയാത്ത, മനുഷ്യന് തന്നെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യന്റെ മനസ്സാക്ഷി എന്നുള്ളത്. ആ മനസ്സാക്ഷി എപ്പോഴും അവനെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദത്തമായിട്ടുള്ള, ദൈവം ദാനം ചെയ്തിട്ടിരിക്കുന്ന മനുഷ്യനിലുള്ള പ്രത്യേകതയായിരിക്കുന്ന മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചത്തിലെ താളലയങ്ങളൊക്കെയും ദൈവത്തിൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് കാണിക്കുന്നതാണെങ്കിൽ, മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള ബോധത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ, മനുഷ്യന്റെ മനസാക്ഷിയിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തെ ഈ ഭൂമിയിലുള്ള മനുഷ്യന് ഏത് കോണിൽ നിന്നും കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു വെളിപ്പാടായിട്ട് നമ്മൾ കാണുമ്പോൾ അത് എഴുതി കിട്ടിയ വെളിപ്പാടെന്ന് പറയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ വചനമാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള വെളിപ്പാടെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് നൽകിയിരിക്കുന്ന വെളിപ്പാടാണ്, ലോജിക്കിൽ നൽകിയിരിക്കുന്ന വെളിപ്പാടാണെങ്കിൽ, എഴുതിക്കെട്ടിരിക്കുന്നതായിട്ടുള്ള വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പാടാണ് എന്നുള്ളതാണ്. ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വെളിപ്പാടിൽ നിന്ന് അവൻ വചനത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവന് യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാട് അവന് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ബുദ്ധിയിലുള്ള വെളിപ്പാടിൽ നിന്നാൽ അവന് പൂർണ്ണമായിട്ട് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മൾ കാണണമെങ്കിൽ, ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ബുദ്ധിയിൽ നിന്നുള്ള വെളിപ്പാടിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള വെളിപ്പാടിൽ നിന്ന് വചനത്തിലേക്കുള്ള വെളിപ്പാടിലേക്ക് അവൻ കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പരാജയമാണ്, മനുഷ്യന്റെ ജീവിതത്തിലുള്ളതായ ഒരു പ്രതിസന്ധിയാണ്. ദൈവത്തിന്റെ ആസ്തിക്യത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകിയിട്ടും അവനെ മനഃപൂർവ്വം നിരാകരിച്ചു കളയുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാലാമതായിട്ട് ദൈവത്തിന്റെ സത്യത്തെ അനീതി കൊണ്ട് മനുഷ്യൻ തടയാനായിട്ട് ശ്രമിച്ചു. ദൈവത്തിന്റെ സത്യത്തെ അനീതി കൊണ്ട് മനുഷ്യൻ തടയാനായിട്ട് ശ്രമിച്ചു. റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ
സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അവിടെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയാണ്, സാത്താൻ ഹവ്വയോട് പറയാണ്, നീ മരിക്കുകയില്ല, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെ. ദൈവം പറഞ്ഞു, നീ തോട്ടത്തിലുള്ള നടുവിലുള്ള വൃക്ഷത്തിന്റെ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കൂന്ന് പറഞ്ഞു. സാത്താൻ പറയാണ് മരിക്കയില്ല എന്നുള്ളതാണ്. ഉടനെ തന്നെ പറയാണ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവിശ്വാസികളുടെ മനസ്സ് ഈ ലോകത്തിനൊരു ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുകയാണ് ഈ സാത്താൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും എന്ന് പറഞ്ഞാൽ, സത്യത്തെ നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയില്ല. ദൈവത്തെ നമുക്ക് എപ്പോഴും തിരസ്കരിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപം ജ്വലിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെതായ സത്യങ്ങളെ നീക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ദൈവം ഇട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. ദൈവം ഇട്ടിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങളെ നിരാകരിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുകയില്ല. അതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ പരാജയങ്ങളാണ് എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 5-ാമതായിട്ട് മനുഷ്യന്റെ ജീവിതത്തിലുള്ളതായിട്ടുള്ള പരാജയത്തിന്റെ കാരണം എന്നുള്ളത് ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇത് വിശദീകരിക്കുവാനായിട്ട് വളരെ ഉള്ളതായ കാര്യമാണ്. പക്ഷെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇന്നത്തെ ലോകത്തിലെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. പണ്ട് കാലത്തൊക്കെ അത് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്നത് അതിന്റെ അത്യുച്ച കോടിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. ഇന്ന് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നതായിട്ടുള്ള ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ആഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു കാര്യം. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ പുരോഗമിക്കുകയല്ല എന്നുള്ളത് ആ വാക്യത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പുരോഗമിക്കുകയല്ല. മനുഷ്യൻ ഏത് രൂപമാണ് ആദ്യം ഉണ്ടാക്കിയത്? മനുഷ്യന്റെ രൂപമാണെങ്കിൽ അത് ഇഴജാതിയിലേക്ക് വന്നു നിൽക്കുകയാണ്. അത് വന്നു നിൽക്കുന്നത് ഇഴജാതിയിലേക്കാണ്. മനുഷ്യൻ പുരോഗമിക്കുകയല്ല പ്രിയപ്പെട്ടവരെ, അവൻ അധോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്നുള്ളത്. ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അത് വർദ്ധിക്കുന്നു മാത്രമല്ല, ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, വരും കാലങ്ങളിൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അവിടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്രയോ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് പല കാര്യങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ ജ്ഞാനികളാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജ്ഞാനികൾ എന്ന് അവകാശപ്പെടുന്നെങ്കിലും നിങ്ങൾ ലോകത്തിലേക്ക് ഏറ്റവും മൂഢന്മാരായിട്ടുള്ള മനുഷ്യരായി തീരുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ലോകത്തിന്റെ ഒരു നേർചിത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനോടുള്ള പ്രതിബദ്ധത നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. മനുഷ്യനോടുള്ള പ്രതിബദ്ധത നഷ്ടമാകും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പിന്നെ യഹോവ കയീനോട്,
നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരൻ എന്നോ എന്ന് അവൻ പറഞ്ഞു. ഓ, കയ്യനോട് ചോദിക്കുകയാണ് നിന്റെ അനുജൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ് ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കും. ഇത് തന്നെയാണ് ഈ ലോകത്തിലുള്ള മനുഷ്യൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം അറ്റുപോയത് മുഖാന്തരമായിട്ട് മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ, 3-ാം അധ്യായത്തിൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുന്നതാണെങ്കിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതായിട്ടുള്ള ചിത്രമാണ് കാണുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റെപ്പ് കൂട്ടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആദ്യത്തെ കൊല നടന്നിരിക്കുന്നത് മതത്തിന്റെ പേരിലാണ്. ആദ്യത്തെ കൊല നടന്നിരിക്കുന്നത് ആരാധനയുടെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഹാവേലിനെ തന്റെ സഹോദരൻ കൊല്ലുന്നത് നമ്മൾ കാണുന്നു. അത് മതത്തിന്റെ പേരിലുള്ളതായിട്ടുള്ള കൊലയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മനുഷ്യനോടുള്ള പ്രതിബദ്ധത നഷ്ടമായിരിക്കും. മനുഷ്യനോടുള്ള സ്നേഹം അറ്റുപോയിരിക്കും. പണ്ട് കാലത്താണെങ്കിൽ ഏതെങ്കിലും ഒരു നിലയിലുള്ള ഒരു സാധാരണ സ്നേഹമെങ്കിലും മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അന്യോന്യം ബഹുമാനിക്കുവാനായിട്ട് കഴിയാതെ വളരെ വൈര്യത്തോടുകൂടെ, വിദ്വേഷത്തോടുകൂടെ, വളരെ ശാഠ്യത്തോടുകൂടെ ഇടപെടുന്നതായിട്ടുള്ള ഒരു ലോക സമൂഹത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മനുഷ്യനോടുള്ള പ്രതിബദ്ധത അവന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അതിന്റെ 8-ാമത്തെ പോയിന്റായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, മനുഷ്യൻ അവന്റെ പാപത്തെ മറച്ചു വെക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് ബോധ്യമായി, നീതിമാനായിരിക്കുന്ന, വിശുദ്ധനായിരിക്കുന്ന, വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങൾ കുറ്റക്കാരാണെന്നുള്ളത് ബോധ്യമായി. അവർക്ക് വളരെ നാണം തോന്നി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട്. ദൈവത്തിന്റെ തേജസ് അവർക്ക് നഷ്ടമായി. വാസ്തവത്തിൽ അതൊക്കെ വിവരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവര് ചുറ്റിമിന്നിയിരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ ആയിരുന്നു നമുക്ക് അവിടെ ആദാമിനെ ഹവ്വനെ കാണുന്നത്. എന്നാൽ ആ തേജസ് അവർക്ക് നഷ്ടമായപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പരാജയം അവര് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ പരാജയത്തെ മറികടക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ എങ്ങനെയാണ് അത് മറികടക്കുന്നത്? മതഭക്തിയിലൂടെയാണ് മനുഷ്യന് തന്നെ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മതങ്ങൾ ഒരു മറയാക്കി സ്വീകരിക്കുകയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്ത് അവരത് മറികടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിലെ മൃഗങ്ങളെയാണ് മനുഷ്യനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നത്. നമ്മള് ഈയിടയ്ക്ക് വന്നതായിട്ടുള്ള വാർത്ത എന്നെ ചിന്തിപ്പിക്കുവാനിടയായി. ഇന്ന് രാവിലെ വന്നതായിട്ടുള്ള വാർത്തയാണ്, കാട്ടുമൃഗങ്ങളുടേതായിട്ടുള്ള വലിയ ആക്രമണം മുഖാന്തരമായിട്ട് ഭാരപ്പെടുന്ന ഒരു ജനസമൂഹത്തിലെ ഒരു വ്യക്തി മുന്നോട്ട് കടന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു. TV യിൽ ഞാൻ കണ്ടതാണ്. മൃഗങ്ങളോടുള്ള സ്നേഹമെങ്കിലും മനുഷ്യനോട് കാണിക്കണ്ടേ? കാട്ടുമൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും മനുഷ്യനോട് കാണിക്കണ്ടേ? വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇന്ന് മൃഗസ്നേഹമാണ് മനുഷ്യനുള്ളത്. മനുഷ്യന് അവകാശവാദങ്ങളാണുള്ളത്. എന്നാൽ മനുഷ്യന്റെ പാപങ്ങളെ മറയ്ക്കുവാൻ തക്കവണ്ണം, താൻ പാപിയല്ല എന്ന് മറയ്ക്കുവാനായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള മനുഷ്യന്റെ ഒരു ചിത്രമായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. അപ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള പാവങ്ങളെ മറയ്ക്കുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി മതങ്ങളെ ഉപയോഗിക്കുന്നു. നല്ല പ്രവൃത്തികൾ, നമുക്കറിയാം, ഈ ജീവകാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ താനൊരു പാപിയാണെന്നും തനിക്ക് രക്ഷ ആവശ്യമാണെന്നും തനിക്കൊരു വിലയേറിയ ആത്മാവുണ്ടെന്നും ആ വിലയേറിയ ആത്മാവ് നശിച്ചു പോകുമെന്നും മനസ്സിലാക്കാതെ അവൻ തന്നെത്താനെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സൃഷ്ടിതാവായ ദൈവത്തോട് മനുഷ്യൻ മറുതലിക്കുന്നു. യെശയ്യാവ് 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. യെശയ്യാവ് 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം
ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. യഹോവേ ദൈവം മനുഷ്യ സമൂഹത്തെ നോക്കിക്കൊണ്ട്, തന്റെ സ്വന്തം ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു പിതാവ് പോറ്റി വളർത്തിയതായിട്ടുള്ള മക്കൾ അവനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ, അവനെതിരെ നിൽക്കുകയാണെങ്കിൽ, മറുതലിക്കുകയാണെങ്കിൽ, ആ പിതാവിനുണ്ടാകുന്നതായിട്ടുള്ള ഹൃദയവേദന എത്രമാത്രമാണ്. അതേ നിലയിൽ തന്നെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം പറയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ക്രൈസിസ്, മനുഷ്യൻ്റെതായിട്ടുള്ള പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ അത് കാണുവാൻ കഴിയും. 90-ാം സങ്കീർത്തനം അതിന്റെ 5, 6 വാക്യങ്ങൾ. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഈ വാക്യഭാഗം വായിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, മനുഷ്യൻ എത്ര ക്ഷണികനാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഷ്യമനുസരിച്ച് ദൈവത്തിന്റെ വചനം എത്ര കൃത്യമായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് വിവരിക്കുന്നതെന്നറിയാമോ? അതിങ്ങനെയാണ് പറയുന്നത്, അവ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. രാവിലെ അത് തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകും. എത്രയോ ക്ഷണികനാണ് പ്രിയപ്പെട്ടവരെ മരണം എന്നുള്ളത്, നമ്മുടെ മനുഷ്യൻ എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ച് അവന് ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ നിന്ന്, ദൈവമേ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ എന്ന് അവിടെ മോശ തന്റെ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, അത് വളരെ ലളിതമായ ഭാഷയിൽ പറയാണ്, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. രാവിലെ അത് തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടി. പിന്നെ അതിന്റെ സ്ഥലമൊന്നും അവിടെ കാണും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്തെല്ലാം അവകാശവാദങ്ങളും വാദമുഖങ്ങൾ ഉയർത്തുന്നതായ മനുഷ്യന് ഇന്ന് കണ്ട് നാളെ പിന്നെ കാണാൻ കഴിയാത്തതായിട്ടുള്ള അരിഞ്ഞു വാടിപ്പോകുന്നതായ പുല്ലിന് സമാനനാണ് എന്നുള്ളത് മനുഷ്യൻ എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിലെ പരാജയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ക്രോധം മനുഷ്യന്റെ മേൽ വസിക്കുന്നുവെന്ന് അവരെ അറിയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ന്റെ-36-ാം വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അനേക ആശയങ്ങളുള്ള ബന്ധത്തിൽ അത് ചില വാക്യങ്ങൾ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കും, ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ അവിശ്വാസി നടന്നു നീങ്ങുമ്പോൾ, ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി നടന്നു നീങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും, അവന്റെ മേൽ ദൈവത്തിന്റെ ക്രോധം വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. ഇതാണ് മനുഷ്യന്റെ ഇന്നത്തെ പ്രതിസന്ധി എന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവം വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വെളിവാക്കി, ദൈവത്തിൻ്റെതായിട്ടുള്ള ആ തേജസ്സും ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ദിവ്യശക്തിയും നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങളൊക്കെയും വെളിവാക്കിയിട്ടും മനുഷ്യൻ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ദൈവത്തോട് മറുതലിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നതായ മനുഷ്യന്റെ ചിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഇതുവരെയും ചിന്തിച്ചതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രസന്റ് ക്രൈസിസ് ഓഫ് മാൻ, മനുഷ്യന്റെ ഇന്നത്തെ പ്രതിസന്ധിയുടെ കാരണങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായി ഞാനൊന്ന് ക്രോഡീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കാര്യങ്ങൾ, ഈ സത്യങ്ങളോ മനുഷ്യൻ മനസ്സിലാക്കാതെ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ അത്യന്ത ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഇതൊന്നും ദൈവത്തെ നിരാകരിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിന് പാത്രമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് ജ്വലിക്കുന്നതായ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുന്നോട്ട് കടന്നു പോകുമ്പോൾ മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്.
അവസാനത്തെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്നുള്ളത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ അബൌട്ട് മാൻ? വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ ഫോർ മാൻ? മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഒന്നാമതായിട്ട്, നഷ്ടപ്പെട്ട മനുഷ്യനെ തേടി വരുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി വരുന്നവനാണ് ദൈവം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. നമുക്ക് വളരെ ചിന്തനീയമായിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞിട്ടും മനുഷ്യനെ വിളിക്കുകയാണ്, മനുഷ്യ നീ എവിടെയാണ്, മനുഷ്യ നീ എവിടെയാണ്. അത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ കടന്നു വന്നു. ആദാം പാപം ചെയ്തപ്പോൾ സ്വർഗത്തിലെ വലിയവനായിരിക്കും ദൈവം അവനെ വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ, മനുഷ്യ നീ എവിടെയാണ്? നീ എന്റെ ദൃഷ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, നീ പാപത്തിൽ വീണുപോയി, നീ എന്നിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യ വേഷധാരിയായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു പറയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ദൈവം ഈ വചനം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവം സ്നേഹവാനായിരിക്കുന്ന ദൈവമാണ്. ആ സ്നേഹവാനായിരിക്കും ദൈവം നമ്മളെ തേടി വരുന്നവനാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാനും ആഗ്രഹിക്കും. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാനും ആഗ്രഹിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പ്രിയ സഹോദര, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും രക്ഷിക്കപ്പെടാത്തതെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദര, എന്തുകൊണ്ടാണ് എല്ലാവരും രക്ഷിക്കപ്പെടാത്തത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സമൂഹത്തിലെ അധികൃതരായിട്ടുള്ള ആളുകൾക്ക്, ഗോത്രവർഗക്കാർക്ക്, അവർക്കൊക്കെ എന്തെല്ലാം ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസങ്ങള് നൽകുവാനായിട്ട്, അത് അവർക്ക് ജോലിക്കുള്ള സാധ്യതകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ പ്രയോജനപ്പെടുത്തിയവരല്ലേ സമൂഹത്തിൽ ഉന്നതന്മാരായി തീർന്നത്. അങ്ങനെ അതുകൊണ്ടല്ലേ KR നാരായണൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയി തീർന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, ദൈവം എല്ലാവരും രക്ഷ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ തിരസ്കരിച്ച് മനുഷ്യൻ പോവുകയാണ്. ദൈവത്തിന്റെ രക്ഷയെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എല്ലാവർക്കും വിശ്വസിക്കുവാൻ കഴിയും. അവൻ സകല ലോകത്തിന്റെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിതനായി തീർന്നു. എന്നാൽ അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമാണത് സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സകല മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനായിട്ട് സ്വർഗത്തിലെ വലിയവനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യന് ദൈവം ഒരുക്കുന്ന പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 3-ന്റെ 24-ാം വാക്യം. റോമർ 3-ന്റെ 24. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നീതീകരണം. സൗജന്യമായിട്ടാണ് നീതീകരണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് നീതീകരിക്കുകയാണ്. സൗജന്യമായിട്ട്, ഒരു നയ പൈസ കൊടുക്കാതെ ഇന്ന് സ്വർഗത്തിലെ ദൈവം നീതീകരിക്കും. എങ്ങനെയാ? അത് അംഗീകരിച്ചാൽ, അവൻ പാപിയാണെന്നും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചുവെന്നും തനിക്കായിട്ട് മരിച്ചുവെന്നും അംഗീകരിക്കുമ്പോഴാണ് അവന് നീതീകരണം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. അത് വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു വാക്യമാണ്. റോമാലേഖനം 3-ന്റെ 24-ാമത്തെ വാക്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോമാലേഖനം 8-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ഒരു ശിക്ഷാവിധിയും അവർക്കില്ല. ആർക്ക്? ക്രിസ്തുവിലുള്ളവർ, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്. അവര് ക്രിസ്തുവിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ നാട്ടിലുള്ള നിർണയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമാർ 8-ന്റെ 29-ാമത്തെ വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനും നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ളത്. അവന്റെ സ്വരൂപത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ട്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിന് അവകാശിയായി എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനായിട്ടാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത്. അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ദൈവത്തിന് നമ്മളോടുള്ള നിർണയമാണ്, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയാണ് എന്നുള്ളത് കാണുവാൻ കഴിയും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തില് കർത്താവ് ആ കള്ളനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അനുദപിക്കുന്ന കള്ളനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നോട് കൂടെ ഇന്ന് നീ പറുദീസയില് ഇരിക്കും, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഈ കള്ളനായിരിക്കുന്ന മനുഷ്യനെ ആരാണ് ചിന്തിക്കുന്നത്? കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തു കൊള്ളണമേ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനെ എന്ത് കാര്യത്തിന് ഓർക്കണം? അവനെ ആര് ഓർക്കും? അവനെ ഓർക്കാനായിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അവനുണ്ടോ? എന്നാൽ യേശു മാത്രം അവനെ ഓർക്കും. കാരണം എന്താ? അവനോട് പറയാണ്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അവന്റെ പാപങ്ങളൊക്കെ മോചിച്ച് അവനെ, ആ ഏറ്റവും പാപിയായിരിക്കുന്ന മനുഷ്യനെ പറുദീസയിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ് കർത്താവ് എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മള് 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയെ നാം ധരിക്കും. അവിടെ നമുക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം നൽകുക എന്നുള്ളതാണ് വലിയവരായിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്നുള്ളത്. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മളെ കുറിച്ചുള്ളതായി. ഇന്ന് നമ്മള് മണ്ണുകൊണ്ടുള്ളവന്റെ, ആദാമിന്റെ പ്രതിമ ധരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കുന്നതായിട്ടുള്ള ദിവസം വരുവാനായിട്ട് പോവുകയാണ്. നമ്മൾ 2 തിമോത്തിയോസ് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുക, എനിക്ക് മാത്രമല്ല പിന്നെന്താണ്, അവന്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും അത് ലഭിക്കുവാനായിട്ട് പോവുക. അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുവാൻ പോകുന്നതായ പദവി എന്നുള്ളത്. നമ്മൾ 1 തെസ്സലോനിക്കർ നമ്മൾ എടുത്തു വായിക്കാനായിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് 1 തെസ്സലോനിക്കർ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇന്നാണെങ്കിൽ കർത്താവ് നമ്മളോട് കൂടെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, അന്ന് നമ്മൾ ഈ ശരീരം വിട്ട് കടന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യുക? എന്നാളും കർത്താവിനോട് കൂടെ അവിടെ ഇരിക്കും. ഇന്ന് കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ശക്തീകരിക്കുകയാണ് ഇന്ന് ഭൂമിയിൽ. എന്നാൽ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും അവനോട് കൂടെ വസിച്ച് നിത്യകാലം വസിക്കുന്ന ഒരു കാര്യമാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ച് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം,
അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും. നമ്മൾ വായിക്കുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. എത്ര മനോഹരമായിരിക്കുന്ന ചിത്രമാണ്. വേദനകള്, ദുഃഖങ്ങള്, കഷ്ടങ്ങള്, പാപങ്ങള് ഒന്നുമില്ലാതെ ദൈവം അവരോട് കൂടെ, മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അത് നമുക്കറിയാം. നമ്മള് കൂടാര പെരുന്നാൾ ആചരിക്കുമ്പോൾ ആ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് ഈ ഉത്സവങ്ങളുടെ അവസാന ഉത്സവമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമ്മൾ ദൈവത്തോടു കൂടെ എന്നാളും വസിക്കുമെന്നുള്ള ആശയമാണ് അത് നൽകുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൂർത്തിയാക്കുവാനായിട്ട് കഴിയും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്നുള്ളത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. SBS പത്തനംതിട്ട സെന്റർ ഒരുക്കുന്നതായിട്ടുള്ള ഈ പഠന പരമ്പരയിൽ എനിക്കും ഒരു അംഗമാകുവാനായിട്ട്, ഒരു ക്ലാസ് എടുക്കുവാനായിട്ട് അവസരം തന്ന സഹോദരന്മാരോടുള്ള ബന്ധത്തില് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ ആത്മീക പ്രവർത്തനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.